ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ ഇവിടെ ഒരു അപകടത്തിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുക. ആണോ? തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടെ. കുഞ്ഞിച്ചി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താ പ്രശ്നം? അമ്മയുടെ സാരിക്ക് തീ പിടിച്ചോന്ന്. പറയാനോ? മാഡം, നാളെ റവന്യൂ മന്ത്രിയും MLAയും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കുന്നുണ്ട്. മാഡം അതിൽ പങ്കെടുക്കണമെന്ന് മന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കരുതെന്നും പങ്കെടുക്കണമെന്നും കർശനമായി പറഞ്ഞിരിക്കുക. അറിഞ്ഞിടത്തോളം എന്തോ കുഴപ്പം പിടിച്ച ചർച്ചയാ. ശരിയാനോ? നാളെ എന്നെ റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ മാഡം. സത്യമോളോട് ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിലേ അതവരുടെ കുറ്റബോധം കൊണ്ടുണ്ടായ ഇഷ്ടവാ. ഇത്രയും നാള് സത്യയുടെ പേരും പറഞ്ഞ് ശാലിനിയെ തള്ളി പറഞ്ഞില്ലേ, അതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ സ്വയം മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്നൊരു ഇഷ്ടം വരാൻ കാരണം. അയ്യോ അമ്മേ, തീ! അമ്മയുടെ സാരില്ലേ? ആ വെള്ളം എടുത്തൊഴിക്ക്. അമ്മേ, വെള്ളം എടുക്ക്. അമ്മേ, വേഗം ഒഴിക്ക്. വെള്ളം ഒഴിക്കണേ. അയ്യോ അമ്മ, ഒഴിക്കിങ്ങോട്ട്. വിഷ്ണുട്ടാ, എന്താ പറ്റിയേ? എന്താന്നറിയില്ല, കൈയൊന്ന് പാളിപ്പോയി. എന്താ അമ്മ ഇതൊക്കെ? ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. ശരിയാ മോളെ, എന്തോ ഒരു വലിയ ആപത്ത് നമുക്ക് വരാൻ പോകുന്നത് പോലെ. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അമ്മ, എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തോ വലിയൊരു ആപത്ത് നമ്മുടെ കുടുംബത്തിൽ വരാൻ സാധ്യതയുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, പോയി സാരി മാറിയിട്ട് വാ. വിഷ്ണുട്ടാ, ഉറങ്ങിപ്പോയതാണോ? ഏയ്, ഉറങ്ങിപ്പോയതൊന്നുമല്ല. എന്തോ ആ സമയത്ത് സംഭവിച്ചു. പെട്ടെന്ന് ഓർമ്മ പോയ പോലെ. എനിക്കാണെങ്കിൽ കാർ എന്റെ നിയന്ത്രിക്കാനും പറ്റിയില്ല, മറ്റാരോ നിയന്ത്രണം ഏറ്റെടുത്ത പോലെ തോന്നി. ശ്യാമേ. കുഞ്ഞിച്ചി ഇവിടെ അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു. അയ്യോ, അതെ കുഞ്ഞിച്ചി, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ തീ ആളി പടർന്നേന്. എന്നിട്ട് അണച്ചു. ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഒരു അപകടത്തിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുക. ആണോ? തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടെ. കുഞ്ഞിച്ചി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. എന്താ പ്രശ്നം? അമ്മയുടെ സാരിക്ക് തീ പിടിച്ചോന്ന്. അമ്മേ, ഞാൻ കുഞ്ഞിച്ചി വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്തിനാടി നീ വെറുതെ അവളെ വിളിച്ചു പറഞ്ഞത്? പിന്നെ പറയാതെ. പിന്നെ അമ്മ, കുഞ്ഞേച്ചി എന്തോ ടെൻഷനില്ല. എന്തൊക്കെയോ ആപത്തുകള് നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ടമ്മേ. എന്തടി?
ഇപ്പോ അതിന്റെ സൂചന അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചേ. അവിടെ എന്താ സംഭവിച്ചത്? ആ, ഒന്നും തെളിച്ചു പറഞ്ഞില്ല. പക്ഷെ വണ്ടി എവിടെ ചെന്ന് ഇടിക്കാൻ പോയെന്ന് മാത്രം പറഞ്ഞു. ഈശ്വര, മോളെ നീ ഒന്ന് വിളിച്ചെന്നേ. ആ, ഞാൻ വിളിക്കാം. ദൈവമേ, എന്തൊക്കെയാ? നാളെ എന്റെ ബർത്ത്ഡേയാ. ആണോ? ആ, എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പപ്പി. അത് ഇട്ടോണ്ടാ ഞാൻ നാളെ വരിക. ചോക്ലേറ്റ് കൊണ്ടുവരണം, ഉറപ്പായിട്ടും കൊണ്ടുവരും. പപ്പയെന്ന് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പപ്പി, പപ്പി ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടേക്ക് നോക്കി. ദാ ഇത് കണ്ടോ, പുതിയതാ. ഹായ്, കൊള്ളാലോ. പിന്നെ ഉണ്ടൊരു സൂത്രം. ദാ കണ്ടില്ലേ? ഇതുപോലൊരു മാല വേണമെന്ന് നമ്മളെ പറഞ്ഞല്ലേ പപ്പി? ഇങ്ങനത്തെ കണ്ടപ്പോ ഞാനാ പറഞ്ഞത് വേണോന്ന്. എന്നിട്ട് സത്യ പോയി വാങ്ങിച്ചല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചൊന്നുമല്ല, സത്യമ്മ വാങ്ങിച്ചെന്നാ. സത്യാമ്മയോ? സത്യാമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ? വന്നിട്ടുണ്ടായിരുന്നു, പപ്പി ഇല്ലായിരുന്നല്ലോ. ഈ മാലയും വളയും ക്ലിപ്പും കമ്മലും ഒക്കെ സത്യാമ്മ വാങ്ങിച്ചെന്നാ. ഞാനില്ലാത്തോണ്ടായിരിക്കും എനിക്ക് വാങ്ങിച്ചു തരാതിരുന്നേ. ആയിരിക്കും. പിന്നൊരു ഉടുപ്പും കൊണ്ടുവന്നു, കൊറേ മുട്ടായികളും വാങ്ങിത്തന്നു. പിന്നെ ഐസ്ക്രീം സത്യാമ്മയുടെ വീട്ടിലും കൊണ്ടുപോയി. ഒരു ജോത്സനെയും കണ്ടു, അവിടെ നിന്നും കുറെ സ്വീറ്റ്സ് തന്നു. അതിനുശേഷം എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പൊ ഇന്നലെ മൊത്തത്തിൽ സത്യ കറക്കുമായിരുന്നല്ലേ? ആ അതെ, ഞാനേ പപ്പിക്ക് തരാൻ വേണ്ടി മുട്ടായി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ പപ്പി. എനിക്കൊന്നും വേണ്ട. സത്യമ്മ സത്യക്കായിട്ട് വാങ്ങിച്ചു തന്നെയല്ലേ? അത് സത്യം തന്നെ എടുത്താ മതി. പിണങ്ങിയോ? ആ, പിണങ്ങി. എനിക്ക് ഒരെണ്ണം തരോ? ഇല്ല, ഞാൻ പപ്പിക്ക് കൊണ്ടുവന്നതാ. അവനെ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. സത്യേ, ഒരെണ്ണം താ സത്യേ, പ്ലീസ് സത്യേ. ദാ. താങ്ക് യു.